ടെലികോം രംഗത്ത് വൻ ചലനമുണ്ടാക്കി മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചു. ഫോൺ സൗജന്യമായി നൽകുമെന്നാണ് പ്രഖ്യാപനമെങ്കിലും 1500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകണം. ഈ തുക 3 വർഷത്തിനു ശേഷം പൂർണ്ണമായും ഉപയോക്താവിന് തിരിച്ചു കിട്ടും. ഫോണിന്റെ ദുരുപയോഗം തടയാനാണ് ഈ തുക വാങ്ങുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. 2017 അവസാനത്തോടെ ജിയോ ഫോണുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു തുടങ്ങും. ഒരാഴ്ചയിൽ 50 ലക്ഷം ഫോണുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. ഇന്ത്യയിലെ 22 ഭാഷകൾ ഈ ഫോൺ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുകേഷിന്റെ മകൻ ആകാശ് അംബാനി വ്യക്തമാക്കി. ജിയോ ഫോണിൽ നിന്ന് എല്ലാ വോയിസ് കോളുകളും സൗജന്യമാണ്. ഓഗസ്റ്റ് 15 മുതൽ 153 രൂപയ്ക്ക് ജിയോ ഫോൺ വഴി അൺലിമിറ്റഡ് ഡേറ്റ നൽകുമെന്നതാണ് പ്രധാന പ്രഖ്യാപനം. ഫോണിന്റെ പ്രത്യേകതകൾ ആകാശ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. വോയിസ് റെക്കഗ്നേഷൻ വഴി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണം പരമ്പരയുടെ ഒരു ഭാഗം ആകാശ് കേൾപ്പിച്ചു. ജിയോ ഫോണിൽ നിന്ന് #5 ബട്ടൺ അമർത്തിയാൽ അപായ സന്ദേശം പോകുമെന്ന് മുകേഷിന്റെ മകൾ ഇഷ അംബാനി അറിയിച്ചു. പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ: ജിയോ ഫോണിനൊപ്പം ജിയോ ഫോൺ TV കേബിൾ കൂടി ഉപയോക്താക്കൾക്ക് നൽകും. ഏത് ടിവിയുമായും ഈ കേബിൾ വഴി ജിയോ ഫോൺ ബന്ധിപ്പിക്കാം. മാസം 153 രൂപ നൽകാനില്ലാത്തവർക്ക് ചെറിയ ഡേറ്റ പ്ലാനുകളുമുണ്ട്. 2 ദിവസത്തേക്ക് 24 രൂപയ്ക്കും ഒരാഴ്ചത്തേക്ക് 54 രൂപയ്ക്കുമുള്ള പ്ലാനുകളാണുള്ളത്. ജിയോ ഫോൺ വരുന്നതിലൂടെ 2G ഫോണുകൾ കാലഹരണപ്പെടും. ജിയോയിലൂടെ പുതിയ ലോക റെക്കോർഡാണ് ഉണ്ടാകുന്നത്. 40 വർഷത്തിനിടെ റിലയൻസിന്റെ ലാഭം 4700 മടങ്ങ് വർദ്ധിച്ചു. ഇക്കാലത്തിനിടെ 3 കോടിയിൽ നിന്ന് 30,000 കോടി രൂപയിലേക്കാണ് ലാഭം ഉയർന്നത്. 1977 32 കോടി രൂപയായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ആകെ സമ്പാദ്യം. ഇപ്പോഴത് 7 ലക്ഷം കോടി രൂപയിലെത്തി. 20,000 മടങ്ങ് വർധനവ്. 1977 കമ്പനിയിലെ ജീവനക്കാർ 3500 മാത്രമായിരുന്നു. ഇപ്പോൾ ലോകമാകെ 2.5 ലക്ഷം ജീവനക്കാരാണ് കമ്പനിക്കുള്ളത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.